തേങ്ങ ചെയ്യണ് പറ പറഞ്ഞോ പറയാം. നീ പറയടി. ഓക്കെ, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളൊരു ചെസ് ടൂർണമെന്റിന് പോവാണ്. UK തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇവന്റ് ആണിത് അല്ലേ? ഇത് എവിടെ വെച്ചിട്ടാ? ബ്ലാക്ക്പൂൾ എന്ന് പറയുന്ന സ്ഥലത്ത്. ഹലോ ഗൈസ്, അപ്പോൾ ഇൻട്രോ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഞങ്ങൾ ഒരു ടൂർണമെൻറ്റിന് പോവാണ്, ഒരു ചെസ് ടൂർണമെൻറ്റിന്. സോ ഞങ്ങളെ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഞങ്ങൾ ചെസ് പ്ലെയേഴ്സാണ്. ചെസ് ത്രൂ ആണ് ഞങ്ങൾ കണ്ടുമുട്ടിയതും ഇപ്പോൾ ഇവിടം വരെ എത്തിയതൊക്കെ. അപ്പോൾ സോ ഞങ്ങളുടെ ഒരു ചെസ് ടൂർണമെൻറ്റിൻ്റെ കുറച്ച് വിശേഷങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. പിന്നെ ഈ വീഡിയോ ഞാനിപ്പോൾ തലേദിവസം രാത്രി എടുത്തു വയ്ക്കുകയാണ്. ഞങ്ങൾ പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്, രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ലെസ്റ്ററിലാണ്. നമ്മൾ ലെസ്റ്ററിന് ബ്ലാക്ക്പൂളിലേക്ക് പോകണം. അവിടെ ഒരു 3 days നമ്മൾ സ്റ്റേ ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ടൂർണമെൻറ്റ് റിലേറ്റഡ്, ഒരു ചെസ് ടൂർണമെൻറ്റ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ കാണിക്കാൻ. ഇപ്പോൾ ചെസ്സ് കളിക്കുന്നവർക്കൊക്കെ ഇതെങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. ബട്ട് ഒരു സാധാരണ ആളുകൾക്ക് ഇതെങ്ങനെയാണ്, അതിൻ്റെ റൗണ്ട്സും ഗെയിംസൊക്കെ എങ്ങനെയാണെന്ന് ചിലപ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ പറ്റുന്ന പോലെയൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിതായപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ പോകുകയാണ് ഓഫ് ടു ബ്ലാക്ക്പൂൾ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴയുണ്ട്. നല്ല മഴയല്ല, അത്യാവശ്യം ഇങ്ങനെ ചാറി നിൽക്കുന്നുണ്ട്. നമ്മൾ പെട്ടിയും ബാഗൊക്കെ കയറ്റി നമുക്ക് ഡോറ് പൂട്ടിയിട്ട് ഇറങ്ങാം. താക്കോല് പിടിക്കോ? Yes, let's go guys. We are heading to Blackpool for a chess tournament. അപ്പോൾ ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ശരിക്കും ഇന്ന് ഞാനൊരു ഷിഫ്റ്റ് സ്വാപ്പ് ചെയ്തു. അപ്പോൾ എനിക്ക് ഇന്നും പിന്നെ നാളെയും സാറ്റർഡേ സൺഡേ എൻ്റെ ഡേ ഓഫാണ്. സോ അപ്പം 3 ദിവസം നമുക്ക് അങ്ങനെ കിട്ടി. സംഭവം ഇവിടെ വിൻ്റർ ആണെങ്കിലും മഞ്ഞിനേക്കാൾ കൂടുതലും മഴയാണ് പെയ്യുന്നത്. പെട്രോൾ അടിച്ചിട്ടുണ്ടാവും. അതെ, വണ്ടി വിളിച്ചു തുടങ്ങി എയർ അടിക്കാൻ. ഇവിടുത്തെ റെയിൽ ക്രോസിംഗ് ആണ് കേട്ടോ. കണ്ടോ, നമ്മളിതിൽ പോവും. നമ്മളിപ്പോൾ ഇവിടുത്തെ എയർ അടിക്കുന്ന പെട്രോൾ പമ്പിലേക്ക് പോകും. ഈ പമ്പിൽ കയറാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇപ്പം നമ്മൾ വിചാരിച്ച് ഇനി പോകുന്ന റൂട്ടിൽ ഏതെങ്കിലും പമ്പിൽ നോക്കാം. ഇതാണ് റെയിൽ ക്രോസ്, നേരത്തെ കാണിച്ചു തന്ന റെയിൽ ക്രോസ്. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ റൂട്ട്ലാൻഡാണ്. അത് ലെസ്റ്റർ കൗണ്ടിയുടെ ഏറ്റവും ബോർഡർ എന്നൊക്കെ പറയില്ലേ, ഏറ്റവും അറ്റത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതൊരു റൂറൽ ഏരിയ കൂടിയാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടും. ബട്ട് എന്നാലും ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം ഞാൻ ഇവിടുത്തെ കുറച്ച് ഗ്രാമഭംഗികളൊക്കെ കാണിച്ചു തരാം. വിൻറ്റേജ് കാറാണോ? നമ്മുടെ ഫ്രണ്ടിലൊരു വിൻറ്റേജ് കാർ പോകുന്നുണ്ട്. മഴ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു വൃത്തി കിട്ടുമെന്ന് അറിയത്തില്ല നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇവിടെ കൂടുതലായിട്ടും നമ്മൾ കണ്ടുവരുന്നത് ഫാമുകളൊക്കെയാണ്. ഫാമുകൾ എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ടാവും. സ്ട്രോബെറി, അതിൻ്റെ സീസൺ ആണെങ്കിൽ സ്ട്രോബെറി ഫാമൊക്കെ കാണും. പിന്നെ ടീ ഫാം ഉണ്ടോ? ടീ പ്ലാന്റ്. ഇത് നോക്കിയേ, എന്ത് രസമല്ലേ, അതാ ഒരു ഏരിയയാണ്. പോകുമ്പോൾ ഇവിടെ തന്നെ റൈറ്റേക്ക് ഇൻഡിക്കേറ്റർ ഇടാം. അതിൻ്റെ ഒപ്പം തന്നെ ഇതും നോക്കണം, ഏത്, എന്നിട്ട് അതിൻ്റെ മുന്നേക്ക് ഇതാവുമ്പോൾ ലെഫ്റ്റേക്ക് ഇൻഡിക്കേറ്റർ ഇടാം. അങ്ങനെ നമ്മൾ ഏതാണ് M1. ഇപ്പം നമ്മളിവിടെ ഒരു സർവീസിൽ നമ്മളിപ്പോൾ വന്ന സർവീസ് തന്നെയാണ്.
ഇവിടെ നിന്ന് എയർ ഓടിക്കണം, പിന്നെ നമുക്കൊന്ന് ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. നമ്മളിവിടെ യു കെയിലൊക്കെ എല്ലാ പെട്രോൾ പമ്പിലൊന്നും നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി കാണത്തില്ല, ബട്ട് ഇതുപോലുള്ള സർവീസുകൾ കാണും. അല്ലെങ്കിൽ പിന്നെ KFC, മക്ഡൊണാൾഡ്സ് അങ്ങനത്തെ ഷോപ്സിലൊക്കെ കാണത്തുള്ളൂ. ഇവിടെ നമുക്ക് ഇപ്പോൾ ഫുഡൊക്കെ അടിക്കണമെങ്കിലും നമ്മുടെ ഇന്ത്യൻ ഫുഡ്സ് ഒന്നും കിട്ടില്ല, ബട്ട് അല്ലാതെ KFC, ബർഗർ കിങ് ഒക്കെ ഇവിടെ കാണും. പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾസൊക്കെ പാർക്ക് ചെയ്യണമെങ്കിലും ലൈക്ക് ചാർജ് ചെയ്യണമെങ്കിലും ഇവിടെ അതിനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ടാവട്ടെ. ഞങ്ങളിപ്പോൾ ഒരു KFCയിൽ വന്നിരിക്കണം. വിത്തൗട്ട് മുദ്രയ്ക്കാൻ വന്നതാണ് ശരിക്കും. സോ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും കഴിച്ചിട്ട് നൈസായിട്ട് പോവാണ്. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ബുക്ക് ചെയ്യും. നമ്പർ എത്ര അയച്ചു? 89. ഫുഡൊക്കെ വന്ന് ഞങ്ങൾ പകുതി തീറ്റ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് തിരിച്ച് വണ്ടിയിലേക്ക് പോവാണ്. മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ വീണ്ടും പെയ്തു തുടങ്ങിയിട്ടുണ്ട്. സ്റ്റിൽ നല്ല മഴയുണ്ട്. സോ നമ്മളിതാ ഇവിടെ എയർ അടിക്കാൻ വേണ്ടി വന്നേക്കാണ്. നമുക്ക് വീണ്ടും ബാഡ് ലക്കാണ്. ഇവിടെ എയർ അടിക്കാൻ വന്നപ്പോഴും ഇവിടുത്തെ എയർ അടിക്കുന്ന സംഭവം ഔട്ട് ഓഫ് സർവീസാണ്. അപ്പം നമ്മളിനി അടുത്ത സർവീസിലും കൂടി കയറേണ്ടി വരും. ലെറ്റ്സ് സീ. വീട്ടിൽ നിന്നൊരു 12:45 ആയപ്പോഴാണ് ഇറങ്ങിയത്. പിന്നെ നമ്മളിത് എപ്പോൾ ഇവിടെ സർവീസിൽ കയറി. പിന്നെ അത്യാവശ്യം നല്ല വെതറാണ്, നല്ല മഴയാണ്. ഏകദേശം ഒരു 5 മണിയാവും നമ്മൾ ബ്ലാക്ക്പൂൾ എത്തുന്നതാണ് ഒരു അനുമാനം. പക്ഷെ അത് ലൈക്ക് കുറയാൻ ചാൻസ് ഇല്ല, എപ്പോഴും കൂടാനാണ്. കാരണം ഇപ്പം നമ്മൾ വെതർ നോക്കുമ്പോൾ സ്നോ പ്ലസ് റെയിൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ സ്നോ ഒക്കെ ആണെങ്കിൽ നമുക്ക് വണ്ടി പടച്ചു പോകാനൊന്നും പറ്റത്തില്ല. പുള്ളി എന്നെ കുടിക്കില്ല, കണ്ണിലെ നിറം കണ്ട് കയ്യിലെ വള കണ്ട് കാലിലെ കുളിച്ചിട്ട് എന്നെ നെറ്റിക്ക് അരയിലെ ഇറങ്ങാണ് മരക്കെട്ട് കിടക്കുമ്പോൾ എനിക്കെന്റെ മോഹനപ്പൊട്ടി ഒഴുകുമ്പോൾ നോക്കല്ലേ നീ ഒരു തീ ഒട്ടത്തിനെ കൊണ്ട് ചാണ്ടത് പടക്കണ നോക്കല്ലേ നീ ഒരു തീ. സന്തോഷത്തില് പോയിക്കൊണ്ടിരുന്നൊരു യാത്രയായിരുന്നു അത്. പെട്ടെന്ന് ഇപ്പൊ ചിരിക്കുന്നത് നോക്കണ്ട, ഭയങ്കര സങ്കടമായിട്ടിരിക്കുകയാണ്. അതിന്റെ റീസൺ ഞാൻ കാണിച്ചു തരാം. കാണുന്നുണ്ടോ? ആ ചെറിയ എട്ടുകാലി പോലെ ഇരിക്കുന്ന സാധനം ഒരു കല്ല് വന്ന് തെറിച്ചു വീണതാണ്. കല്ലാണെന്ന് തോന്നുന്നു. എന്തോ ഒരു സാധനം അടിച്ചു പോകുന്നത് കണ്ടു. നേരെ ആ പൊട്ടലും കണ്ടു. വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടി. സംഭവം അതൊരു ചെറിയ കുഞ്ഞിട്ടാലിടത്തുള്ളെങ്കിലും ഇവിടെ ഒരാൾക്ക് മറ്റേ കല്ലിനെ തെറി വിളിച്ചോണ്ടിരിക്കും. എന്താ അഭിപ്രായം സ്ക്രീൻ പൊട്ടിയപ്പോൾ? എന്തൊരു അവസ്ഥയാണിത്! എന്ത് വിധി വല്ലാത്ത ചതിയത്! നോക്കാപ്പുറത്തന്റെ പിന്നീന്നൊരിടിയത്. ആ പാട്ടാണ് ഇപ്പം എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഏകദേശം ഒരു 1.5 മണിക്കൂറിൽ നമ്മൾ ബ്ലാക്ക്പൂൾ എത്തും എന്നാണ് കാണിക്കണത്. ഇപ്പോൾ ആണെങ്കിൽ മഴയൊന്ന് നിന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ബ്ലാക്ക്പൂൾ എത്തി. ഇനി ബ്ലാക്ക്പൂളിലെ കുറച്ച് കാഴ്ചകൾ കാണാം. ആ കാണുന്നതാണ് ബ്ലാക്ക്പൂൾ ടവർ. ഇതിന്റെ മുകളിൽ നമുക്ക് കയറാം. ഫീസ് എന്തോ ഉണ്ട്. പിന്നെ അപ്പൊ നമുക്ക് എൻ്റയർ ബ്ലാക്ക്പൂൾ കാണാം. ബീച്ച് കണ്ടോ? അതാണ് ബീച്ച്. അപ്പൊ ഇവിടെ ഒരു ഫെസ്റ്റിവൽ ടൈം ആവാൻ പോവാണ്. അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ കാണുന്ന സംഭവങ്ങളൊക്കെ. ഭയങ്കര ശാന്ത സുന്ദരമായ ബീച്ച് ഇത്.
ട്രാമും പോകുന്നു അതിൻ്റെ ഫ്രണ്ടിൽ കൂടി. ഞങ്ങൾ ഇതിന് മുന്നേ 2 പ്രാവശ്യം ബ്ലാക്ക് പൂൾ വന്നിട്ടുണ്ട്. സോ ഞങ്ങളുടെ മെയിൻ വിനോദമാണ് ഈ സ്ഥലത്ത് വന്നിട്ട് ഗെയിം കളിക്കൽ. പ്രത്യേകിച്ചൊന്നും കിട്ടില്ല, ബട്ട് അല്ലേ. ദിസ് ഈസ് ബ്ലാക്ക് പൂൾ ടവർ. ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ ഇതുവരെയും കയറിയിട്ടില്ല, ബിക്കോസ് ഇത്തിരി ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നി. നമ്മൾ ബ്ലാക്ക് പൂളിൽ 3ാമത്തെ തവണയല്ലേ വരണം വെച്ചോ. പിന്നെ ഇതാണ് ടവർ. ഇതിൽ ലിഫ്റ്റ് ഉണ്ട്. സോ നമുക്ക് അങ്ങനെ മുകളിൽ പോയിട്ട് മുകളിലുള്ള അവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു This is Imperial Hotel where our game is happening. ഇവിടെയാണ് ഞാൻ ആദ്യം ബീച്ച് പോയിന്റ്. ഇവിടെയാണ് ഞാൻ ആദ്യം റൂം നോക്കിയത്. അവിടെ കയറി ലെഫ്റ്റിലുള്ളതാണ്. വെൽക്കം. ഇതാണ് നമ്മളിവിടെ താമസിക്കുന്ന റൂം. നമ്മൾ ടൂർണമെന്റ് നടക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിലും ഇവിടെ കെറ്റില് ഇതൊക്കെ ഉണ്ട്. ഒരു ചെറിയ ഫ്രിഡ്ജ് ഉണ്ട്, ഓവൻ ഉണ്ട്, ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. സോ മൊത്തത്തിൽ കൊള്ളാം. നമുക്ക് ഭയങ്കര ചീപ്പ് പ്രൈസിന് കിട്ടിയതാണ് അല്ലേ. ഇവിടെ നിന്ന് വ്യൂ ഉണ്ട്, ബട്ട് അത് ബീച്ച് വ്യൂ അല്ല. യു കൻ സീ ഇവിടെ മഞ്ഞുമല കണ്ടോ അവിടെ. അവിടെ ഒരു ഗൈസ്, അങ്ങനെ നമ്മൾ ബ്ലാക്ക് പൂൾ എത്തി. നമ്മൾ റൂമിൽ നിന്നാണ് ഇപ്പോൾ. നമ്മുടെ ഗെയിം ഒരു 7 മണിക്കാണ് തുടങ്ങിയത്. ഇപ്പോൾ ഇവിടെ 5:30 ഈവനിങ്. ഇന്നിപ്പോൾ നമ്മൾ വിചാരിച്ച് സൺസെറ്റൊക്കെ ആയിട്ട് പുറത്ത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം നമ്മൾ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് പുറത്ത് നടക്കാനൊക്കെ ഇറങ്ങി. സോ ഞങ്ങളുടെ കൂടെ പോരും.